പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ദേവി അമ്മ എങ്ങനെ നമ്മളെ പുണ്യം എന്നുള്ള ആ സ്നാനത്തിലേക്ക് പാപനാശിനിയായി മാറി നമ്മളെ വളർത്തുന്നു എന്നുള്ള വരികളാണ് ഇന്ന്. നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി. നിശ്ചിന്തയാണ്, ചിന്തകൾ ഇല്ലാതാകുന്ന അവസ്ഥയുമാണ്. എന്നാൽ ചിന്തകളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, ചിന്തകളുണ്ട്, എന്നാൽ ആ ചിന്തകളെ കുറിച്ച് പിന്നെയും ചിന്തിച്ചിരിക്കും. അപ്പോൾ ആ ചിന്തകളെ ചിന്തിച്ച് നമ്മൾ ഒരു വല്ലാത്ത ചിന്തയിലെത്തും. ആ ചിന്താവസ്ഥയെ മാറ്റുന്നതാണ് അമ്മ. എന്നാൽ അമ്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ തന്നെ അമ്മ നമ്മളെ ഉറപ്പിക്കുകയും ചെയ്യും. അതാണ് നിശ്ചിന്ത. അമ്മയെ കുറിച്ച് ചിന്തിക്കാം, പക്ഷെ അമ്മ എന്നുള്ള പരാശക്തിക്ക് ആ ചിന്തകൾക്കും അപ്പുറമാണ്. അപ്പോൾ നിശ്ചിന്ത നിരഹങ്കാര. അഹങ്കാര, ഈഗോ, ഞാൻ എന്ന ഭാവം ഒന്ന്, ഞാൻ മാത്രമാണെല്ലാം എന്നുള്ള ഭാവം വേറൊന്ന്. അപ്പൊ അങ്ങനെയുള്ള ഭാവത്തെ മാറ്റും അമ്മ. എൻ്റെ ഈഗോ, ഞാനാണെല്ലാം, ഞാനാണ് ഇതൊക്കെ നടത്തുന്നത്, എൻ്റെ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും, നിങ്ങളുടെ കാര്യവും ഞാൻ നോക്കും എന്നുള്ള ഇടപെടലുണ്ടല്ലോ, അതാണ് അഹങ്കാരം. അപ്പൊ ആ കൺസേൺ ഓക്കെ, പക്ഷെ അങ്ങോട്ടേക്ക് പോയി വേട്ടയാടുന്നുണ്ടല്ലോ നമ്മളുടെ ആ മനസ്സ്, അതമ്മ മാറ്റും. നിരഹങ്കാര നിർമോഹാമോഹനാശിനി. മോഹം എന്നുള്ളത് ആഗ്രഹമല്ല. ആഗ്രഹം എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് വരാം, പെട്ടെന്ന് പോകാം. പക്ഷെ മോഹം ഒരു പ്രാക്ടിക്കൽ സൗണ്ട് കൂടിയാണ്. മോഹത്തിനൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടാവും. നമ്മൾ മോഹിനി സുധ എന്നാണ് പറയുന്നത്. മോഹിനി രൂപം പൂണ്ട നാരായണൻ, അയ്യപ്പന്റെ കഥ പറയുമ്പോൾ, ധന്വന്തരിയാകുമ്പോൾ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം അതിലുണ്ട്. അതായത് ഒരു മോഹത്തെ നമ്മളിൽ ജനിപ്പിക്കും അമ്മ. ഇത് നേടണം എനിക്ക്, ആ നേടിയെടുക്കാൻ എന്തൊക്കെ വഴികൾ എനിക്ക് ശ്രമിക്കാം. ആ തിരഞ്ഞെടുപ്പിനെയാണ് അമ്മ മോഹ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മോഹം നമ്മളുടെയും മറ്റുള്ളവരുടെയും സകല ജീവിതത്തെയും അനാവശ്യമായി ബാധിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ നിർമോഹ, ആ മോഹത്തെ അമ്മ ഹനിച്ചിരിക്കും. മോഹനാശിനി, അതാണ്. അങ്ങനെയുള്ള മോഹത്തെ, സ്വയവും അടുത്ത ആളുകളെയും ഈ ലോകത്തെയും നമ്മളുടെ മോഹം കാരണം, അതായത് രാവണനെ പോലെ, അങ്ങനെ എനിക്ക് സീതയെ വേണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ചതിനാൽ എന്ത് പറ്റി? ലങ്ക തന്നെ ചുട്ടെരിഞ്ഞു. അങ്ങനെയുള്ള മോഹത്തെ അമ്മ നാശിനി, മോഹനാശിനി. നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി. നിർമ്മമ, എനിക്ക് തന്നെ എല്ലാം വേണം. നിർമ്മമ, ഞാൻ 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 എന്ന് പറയുന്ന രാമമന്ത്രം പോലെ ഞാൻ 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 എന്ന് പറയുന്നുണ്ടല്ലോ, നിർമ്മമ. ആ മന്ത്രത്തെ അമ്മ ഹനിക്കും. നിർമ്മമ, ഞാൻ എന്ന ചിന്ത മാത്രം വെച്ചുകൊണ്ട് ഈ സഹസ്രനാമമോ ജപമോ നയിച്ചാൽ അമ്മ കൂടെ നിൽക്കില്ല. അതാണ് നിർമ്മമ. ഞാൻ എന്ന അവസ്ഥ വേണം, പക്ഷെ ഞാൻ എന്ന അവസ്ഥ മാത്രമാകരുത്. അതാണ് നിർമ്മമ മമതാഹന്ത്രി. അങ്ങനെയുള്ള മമതകളെ അമ്മ ഹനിച്ചിരിക്കും. എനിക്ക് മാത്രമാണ്, ഞാനാണ് എന്നുള്ള ധാരണയോടുകൂടി അമ്മ മുന്നോട്ട് പോകരുത് എന്ന് അമ്മ തന്നെ പറയുകയാണ്. അതാണ് മമതാഹന്ത്രി. നിഷ്പാപ പാപനാശിനി. നിഷ്പാപയാണ്, സകല പാപങ്ങളെയും നശിപ്പിക്കും. പക്ഷെ എങ്ങനെയാണ് നിഷ്പാപയാകുന്നതമ്മ? പാപം എന്നാൽ എന്താണ്? പാപം എന്നാൽ ഒരു ക്രൈം അല്ല. സിൻ എന്നുള്ളൊരർത്ഥം നമ്മൾ ഇംഗ്ലീഷ് പദമാണ്, അതേ അല്ല ഇവിടെ. അതായത് ഒരു കുറ്റബോധത്തോടുകൂടി നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഗിൽറ്റ്. ഒരു കാര്യം ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തിട്ട് നമ്മൾ തലകുനിഞ്ഞു നിൽക്കുന്ന ആ ഒരു ക്ഷണത്തെയാണ് പാപം എന്ന് പറയുന്നത്. ആ ഒരു നിമിഷത്തെയാണ് പാപം എന്ന് പറയുന്നത്. പാപം മറിച്ചിട്ടാൽ പമ്പ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്നാൽ, ആ പമ്പയിൽ മുങ്ങുമ്പോൾ, സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ തല വണങ്ങിയാണ് ചെയ്യുന്നത്. എല്ലാ നദികളിലും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു നിമിഷം പാപങ്ങളെ നശിപ്പിക്കുന്നു അമ്മ. കാരണം നമ്മൾ ആ കുറ്റബോധത്താൽ നീറി ചിന്തകളിൽ ജീവിച്ചു കൊണ്ടിരിക്കും പിന്നെ അങ്ങോട്ട്. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, നിശ്ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള പാപം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ആ ചെയ്താൽ അമ്മ നിഷ്പാപ. ആ കുറ്റബോധം പോലും ഉള്ളിലുണ്ടാകുന്ന ആ നിമിഷത്തെ അമ്മ പാപനാശിനി. കാരണം ജീവിക്കുമ്പോൾ നമ്മൾ നമുക്കുതകുന്നതും ലോകത്തു ഹിതകരമായതുമാണ് ചെയ്യുന്നത്. അതാണ് ധർമ്മം. അപ്പോൾ ആ ധർമാവസ്ഥയിൽ നിൽക്കുമ്പോൾ തല കുനിയേണ്ട അവസ്ഥ വരില്ല, നിവർന്നു നിൽക്കാം.
അപ്പോൾ അഹങ്കാരം ഉണ്ടാവില്ല. അപ്പോൾ അമ്മ പറയുന്നത്, ദേവി പറയുന്നത്, അഗസ്ത്യനും ഹയഗ്രീവനും നമ്മളെ ഉള്ളിൽ എത്തിക്കുന്നത്, നമ്മൾ ആ കുറ്റബോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അത് ധർമ്മമല്ല, അത് അധർമ്മമാകും. അങ്ങനെയുള്ള അധർമ്മം വളരുമ്പോൾ അമ്മ പാപനാശിനിയാകും, പുണ്യം എന്നുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഇവിടെ ധർമാവസ്ഥയിൽ എത്തണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.